ഡിയർ സ്റ്റുഡൻസ്, നമുക്കറിയാം ഈ ഒരു സെമസ്റ്ററിൽ നമ്മുടെ 5th സെമസ്റ്ററിൽ ബികോം കോർപ്പറേഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് 2 സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ് ഉള്ളത്. അതിലെ രണ്ടാമത്തെ പേപ്പർ ലീഗൽ എൻവയോൺമെന്റ് ഫോർ കോർപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് പേപ്പർ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. യെസ്, ലീഗൽ എൻവയോൺമെന്റ് ഫോർ കോർപ്പറേറ്റീവ്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആസ് എ കോർപ്പറേഷൻ സ്റ്റുഡൻറ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മിനിമം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്താണ് കോർപ്പറേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ്സ് എങ്ങനെ വന്നു, ഹിസ്റ്ററി എന്താ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ വാട്ട് ഈസ് കോർപ്പറേഷൻ. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് കോർപ്പറേഷൻ എന്നുള്ളത്. യെസ്, കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കോ ഓപ്പററി എന്ന് പറയുന്ന ഒരു വേർഡ് എന്നാണ്. കോ മീൻസ് വിത്ത് ആൻഡ് ഓപ്പററി മീൻസ് ടു വർക്ക്. സോ കൂടിച്ചേർന്ന് വർക്ക് ചെയ്യുക, ദാറ്റ് മീൻസ് വർക്കിംഗ് ടുഗദർ. ഒന്നിച്ചു ചേർന്ന് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വേർഡിൻ്റെ മിനിമം അല്ലെങ്കിൽ ദാറ്റ് ബേസിക് മീനിങ് എന്ന് പറയുന്നത്. കോർപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്, വർക്കിംഗ് ടുഗദർ, എല്ലാവരും കൂടി ചേർന്ന് ആക്ട് ചെയ്യാം. ദെൻ കോർപ്പറേഷൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ലൈഫൊക്കെ പ്രോഗ്രസീവായി കൊണ്ടുപോകുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, അതൊക്കെയാണ് കോർപ്പറേഷനോട് ഉദ്ദേശിക്കുന്നത്. യെസ്, ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേറ്റീവ്സ്. നമുക്കറിയാം കോർപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതിനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ്, എൻറ്റിറ്റീസ്, അതാണ് കോർപ്പറേറ്റീവ്സ്. സോ കോർപ്പറേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. വളരെ പ്രോഗ്രസീവായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് കോർപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത്. നമ്മൾ വളരെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം നോക്കണത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. നമുക്കറിയാം ഒരുപാട് ആളുകൾ കൂടിച്ചേർന്നിട്ട് ആക്ട് ചെയ്യുകയാണ്. സോ ഇറ്റ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ദെൻ ഇറ്റ് ഈസ് എൻ അണ്ടർടേക്കിംഗ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ വളണ്ടറി ഓർഗനൈസേഷൻ. ഇവിടെ ആരും നിർബന്ധിച്ചിട്ടല്ല, കമ്പൽ ചെയ്തിട്ടല്ല, എല്ലാവരും വളണ്ടറി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെമ്പർഷിപ്പ് എടുക്കുന്നത്. ആൻഡ് ദ മെയിൻ അല്ലെങ്കിൽ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻസിന് എന്താ, എപ്പോഴും പ്രോഫിറ്റ് മോട്ടീവാണ്. പക്ഷേ കോർപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് സർവീസ് ഒബ്ജക്റ്റീവോട് കൂടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ആണ്. ദെൻ ബേസ്ഡ് ഓൺ ഇക്വിറ്റി, ഇക്വിറ്റബിൾ ആയിട്ട് എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എല്ലാവർക്കും ഈക്വൽ സ്റ്റാറ്റസ് ആണ്. അതേപോലെ സോഷ്യൽ ജസ്റ്റിസ്, അതേപോലെ ഈക്വാലിറ്റി, അതെല്ലാം ഉറപ്പുവരുത്തുന്നുണ്ട്. ദെൻ കോർപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സോഷ്യോ ഇക്കണോമിക് മൂവ്മെൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ കോൺസെപ്റ്റ്. കോർപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. സോ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടി വർക്കിംഗ് ടുഗദർ അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് എന്ത് ചെയ്യാണ്, പ്രവർത്തിക്കുകയാണ്. സോ കോർപ്പറേറ്റീവ് എന്ന് പറയുന്നത് എന്താ, ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്, ഒരു അണ്ടർടേക്കിംഗ് ആണ്, അതൊരു വളണ്ടറി ഓർഗനൈസേഷൻ ആണ്. സർവീസ് എന്ന് പറയുന്നതാണ് അവരുടെ മെയിൻ മോട്ടോ, ദാറ്റ് മീൻസ് ഒബ്ജക്റ്റീവ്. ദെൻ ഇക്വിറ്റി ഉണ്ട്, ഈക്വാലിറ്റി ഉണ്ട്, സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നുണ്ട്, അതൊരു യൂണിവേഴ്സൽ മൂവ്മെൻ്റ് ആണ്. അതേപോലെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സോഷ്യോ ഇക്കണോമിക് മൂവ്മെൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് കോർപ്പറേറ്റീവ്സിനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ദെൻ നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ, ലീഗൽ എൻവയോൺമെന്റ് ഫോർ കോർപ്പറേറ്റീവ്സ് അല്ലെ. കോർപ്പറേറ്റീവ്സിൻ്റെ ലീഗൽ എൻവയോൺമെന്റ്, നിയമപരമായിട്ടുള്ള ലോഫുൾ സറൗണ്ട്സ് എങ്ങനെയാണ്
എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കോപ്പറേറ്റീവ്സ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സിന് വർക്കിങ്ങിനുള്ള ഒരു പെർമിറ്റ് അല്ലെങ്കിൽ അനുമതി എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നു, അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ്, എല്ലാ കാര്യത്തിലും ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും അല്ലേ, ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും. സോ ആ ഒരു ഫ്രെയിം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ലെജിസ്ലേഷൻസ് എന്താണ് എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ പഠിക്കുന്നത്. Yes, the growth of cooperative was a spontaneous movement in India. Cooperative legislation preceded the development of cooperatives. ഈ ഒരു ഇന്ന് കാണുന്ന രീതിയിൽ കോപ്പറേറ്റീവ്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് കാരണമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് ലോസ് ഉണ്ട്, കോപ്പറേറ്റീവ് പോളിസീസ് ഉണ്ട്. അതെല്ലാം ഒരു മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ, അതായത് സഹകരണ പ്രസ്ഥാനങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക്, ഗ്രോത്തിന്, ഡെവലപ്മെൻറ്റിന് അതിൻ്റെ ഒരു വേ അല്ലെങ്കിൽ ഒരു ഡിറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏറ്റവും അധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കോപ്പറേറ്റീവ് ലോ, കോപ്പറേറ്റീവ് പോളിസി. ദാറ്റ് മീൻസ് ദാറ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഓഫ് കോഴ്സ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രെയിം വർക്ക് വേണം, കുറച്ച് പ്രിൻസിപ്പിൾസ് വേണം. ദാറ്റ് മീൻസ് അതിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അപ്പം അതേപോലെ കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ? കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് ക്രിയേഷനിൽ എന്താ പറയണത്? നമുക്കറിയാം, കുറച്ച് പേര് കൂടിച്ചേർന്നിട്ടാണ് ഒരു അസോസിയേഷനാണ് കോപ്പറേറ്റീവ്സ്. സോ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ലോഫുൾ ഓർഗനൈസേഷനാണ് ക്രിയേറ്റഡ് ബൈ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ്. ഒരേ ഗ്രൂപ്പിൽ നിന്ന്, അതായത് ഒരേ കാറ്റഗറിയിലുള്ള, ദാറ്റ് മീൻസ് സെയിം ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് പേര് കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, ലോഫുൾ ഓർഗനൈസേഷനാണ് കോപ്പറേറ്റീവ്സ് എന്നുള്ളത്. ദെൻ അതിൻ്റെ ലീഗൽ സ്റ്റേറ്റസ് എങ്ങനെയാണ്? നമുക്കറിയാം, ആസ് എ പേഴ്സൺ നമുക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. അപ്പം അതേപോലെ കോപ്പറേറ്റീവ്സിനെ കാണുന്നത് അങ്ങനെ തന്നെയാണ്, ഒരു ലീഗൽ പേഴ്സണാലിറ്റി ആയിട്ടാണ് കോപ്പറേറ്റീവ്സിനെ കാണുന്നത്. ഇപ്പം നമുക്കറിയാം, ആസ് എ പേഴ്സൺ നമുക്ക് പ്രോപ്പർട്ടി, സ്വന്തമായിട്ട് പ്രോപ്പർട്ടി എയിം ചെയ്യാം, ബോറോ ചെയ്യാം, അത് മണി ലെൻഡ് ചെയ്യാൻ പറ്റും, സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, വാങ്ങാം, വിൽക്കാം, അല്ലെങ്കിൽ ഒരു കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യാം. ഇങ്ങനെ എല്ലാ റൈറ്റ്സും നമുക്കുണ്ട്. സോ ആസ് എ പേഴ്സൺ, ഒരു ലീഗൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് കോപ്പറേറ്റീവ്സിനും ഈ എല്ലാ രീതിയിലുള്ള റൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാം, ബോറോ ചെയ്യാം, ലെൻഡ് ചെയ്യാം, ഗുഡ്സും സർവീസസ് ഒക്കെ വാങ്ങിയ വിൽക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ ഇൻ കേസ് ലീഗലായിട്ട്, നിയമപരമായിട്ട്, അതായത് ഒരു കോർട്ടിൻ്റെ ഒക്കെ പ്രൊസീഡ്സ് ഒക്കെ നേരിടാൻ പറ്റും. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക്. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഒരു ബ്രോഡ് പാറ്റേൺ എന്തായിരിക്കണം, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കണം, ദെൻ വാട്ട് കൈൻഡ് ഓഫ് എ കോപ്പറേറ്റീവ് ഈസ്, ഏത് തരത്തിലുള്ളതായിരിക്കണം. ഇപ്പം നമുക്കറിയാം, ഡയറി പ്രൊഡക്ട്സ് ഉള്ളതുണ്ട്, ഫിഷറീസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്, ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഫിനാൻസുമായി ഡീൽ ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള, വാട്ട് കൈൻഡ് ഓഫ് എ കോപ്പറേറ്റീവ്, ഏത് രീതിയിലായിരിക്കണം കോപ്പറേറ്റീവ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കണം, അത് എങ്ങനെ ഫിനാൻസ് ചെയ്യണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിൻ്റെ സർപ്ലസസ് ഒക്കെ എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതിൻ്റെ ലോസസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണത്, അല്ലെങ്കിൽ ലോസസ് എങ്ങനെയാണ് ഓവർകം ചെയ്യണത്, അല്ലെങ്കിൽ ഇൻ കേസ് നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണ്, വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മളതെങ്ങനെ ലീഗലി നമ്മൾ എങ്ങനെ അത് മൂവ് ചെയ്യണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഓർഗനൈസേഷണൽ ഫ്രെയിം വർക്ക് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ കൺട്രോൾ ആൻഡ് അസിസ്റ്റൻസ്, നമ്മുടെ കൃത്യമായിട്ടും ഇപ്പോൾ ഒരു കൺസെഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ടാക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൃത്യമായിട്ടുള്ള കൺട്രോളും അസിസ്റ്റൻസും ലീഗലി കോപ്പറേറ്റീവ്സിന് കിട്ടുന്നുണ്ട്. ദെൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ്, നമുക്കറിയാം കോപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങൾ, കോപ്പറേറ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ നിയമപരമായിട്ട് ഓഡിറ്റ് ചെയ്യാനും അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ്സ് കോപ്പറേറ്റീവ്സിനുണ്ട്.
ദെൻ നമുക്കറിയാം കോപ്പറേറ്റീവ് ഒരു വളണ്ടറി അസോസിയേഷൻ ആണ്, ഈക്വാലിറ്റി ആണ്, സർവീസ് ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അതിൻ്റെ ട്രൂ ക്യാരക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് ഇപ്പോൾ ഒരു സ്പെക്കുലേറ്റേഴ്സ് എൻ്റർ ചെയ്യുകയാണ് അല്ലെങ്കിൽ വലിയ വലിയ ക്യാപിറ്റലിസ്റ്റുകൾ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഫേസ് ആയിരിക്കില്ല, അതിന് മാറ്റം വരും ഇല്ലേ. സോ അതിൻ്റെ ഒരു ട്രൂ ക്യാരക്ടർ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്പെക്കുലേറ്റേഴ്സിൻ്റെയും ക്യാപിറ്റലിസ്റ്റിൻ്റെ ഒക്കെ എൻട്രീസ് ആസ് പെർ ലോ ബാൻ ചെയ്യപ്പെടുന്നുണ്ട്, എൻട്രീസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, നമ്മുടെ കോപ്പറേറ്റീവ്സിൻ്റെ ലീഗൽ ഫ്രെയിംവർക്കിൽ വരുന്നത്. ഇനി നമുക്കറിയാം ഇപ്പോൾ ഇന്ന് ഈ ഒരു 2021 നമ്മൾ നിൽക്കുമ്പോൾ ഈ നമ്മുടെ ചുറ്റും കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു അല്ലെങ്കിൽ എത്ര ഭംഗിയായിട്ട് മുന്നോട്ട് പോകണു എന്നുള്ളത് നമുക്ക് വിറ്റ്നസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ മുൻപ് നമ്മൾ പുറകിലേക്ക് കുറേ ചിന്തിക്കുകയാണെങ്കിൽ എവിടുന്ന് തുടങ്ങി എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു യൂണിവേഴ്സൽ മൂവ്മെൻ്റ് ആണ്, കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, വേൾഡിലെ ആകമാനം മൊത്തത്തിൽ വേൾഡിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. സോ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ ഒരു കോപ്പറേറ്റീവ്സിനെയൊക്കെ ഒരു ബേസ്മെന്റ് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് റോക്ക്ഡെയിൽ പയനീസ് എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ ആക്ച്വലി ഇന്ത്യയിലല്ല കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എമേർജ് ചെയ്തിട്ടുള്ളത്, വേൾഡിൻ്റെ മറ്റു ഭാഗങ്ങളിലായിട്ടാണ്. അപ്പോൾ റോക്ക്ഡെയിൽ പയനീസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ടേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടനിലാണ്. ഒരുപാട് കോപ്പറേറ്റീവ് എഫേർട്സുകൾ, അതായത് ഒരുപാട് കോപ്പറേറ്റീവ് മൂവ്മെന്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പീരീഡ്, ഒരുപാട് എക്സ്പെരിമെന്റ്സ് കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു സെക്ടറിൽ അല്ലെങ്കിൽ ഈ ഒരു എലമെന്റിൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടന്നു. കുറേയൊക്കെ ഫെയിലിയർ ആയി, ഒന്നും നല്ല രീതിയിൽ സക്സീഡ് ചെയ്തില്ല, എല്ലാം ഫെയിലിയർ ആയി. സോ ഇത്തരത്തിൽ ഒരുപാട് കോപ്പറേറ്റീവ് എഫേർട്സിനും എക്സ്പെരിമെന്റ്സിനും ഫെയിലിയേഴ്സിനൊക്കെ ശേഷം ആദ്യത്തെ വേൾഡിലെ തന്നെ ആദ്യത്തെ ദ ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ദ റോക്ക്ഡെയിൽ പയനീസ് എന്നുള്ളത്. ദ റോക്ക്ഡെയിൽ പയനീസ് അവർ 1844 അവരുടെ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1844 ഡിസംബർ 21 റോക്ക്ഡെയിൽ പയനീസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ബ്രിട്ടനിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അവർക്ക് വളരെ മിനിമം വർക്കിംഗ് ക്യാപിറ്റലോട് കൂടിയിട്ട് ചെറിയൊരു പൈസ, വെറും 28 പൗണ്ടോട് കൂടിയിട്ടാണ്, അത് വെച്ചാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, റോക്ക്ഡെയിൽ പയനീസ് ഒരു കോപ്പറേറ്റീവ് എൻറ്റിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഇതൊക്കെയായിരുന്നു ആ ഒരു റോക്ക്ഡെയിൽ പയനീസ്, അതായത് ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റി കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ കേട്ടോ. ദെൻ റോക്ക്ഡെയിൽ സൊസൈറ്റി അല്ലെങ്കിൽ റോക്ക്ഡെയിൽ പയനീസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റോക്ക്ഡെയിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഏർലി സ്റ്റേജിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആയിരുന്നു. പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ഒരു മോഡേൺ കോപ്പറേറ്റീവ് മൂവ്മെന്റിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു ബേസ്മെന്റ് അവരിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ ഗ്രേറ്റ് ബ്രിട്ടനിലാണ് കോപ്പറേറ്റീവ് ഈ ഒരു റോക്ക്ഡെയിൽ പയനീസ് എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് എൻറ്റിറ്റി വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവരുടെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം ഇവരുടെ പ്രിൻസിപ്പിൾസ് ആണ്. റോക്ക്ഡെയിൽ പയനീസിന്റെ പ്രിൻസിപ്പിൾസ്, അവർക്ക് കുറച്ച് ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. ആ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ആക്ട് ചെയ്തിട്ടുണ്ടായത്. അതുതന്നെയാണ് അവരുടെ സക്സസിലേക്ക് അവരെ ലീഡ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്നുള്ളത് ഇന്നും നമ്മുടെ കോപ്പറേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേഷൻസിൻ്റെ ഒക്കെ ഒരു ബേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ആണ്, നമുക്ക് എന്താണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിലെന്താണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയി തുടങ്ങി. കോപ്പറേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു.
അതേപോലെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, നിയമപരമായിട്ട് എന്തൊക്കെയാണ് ഒരു കോപ്പറേറ്റീവ് എൻറ്റിറ്റിയിൽ അതിൻ്റെ ക്രിയേഷനെ സംബന്ധിച്ചും ലീഗൽ സ്റ്റേറ്റസിനെ സംബന്ധിച്ചും ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക്, കൺട്രോൾ ആൻഡ് അസിസ്റ്റൻസ്, ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ്, അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സിൽ ഒരു ലോ അല്ലെങ്കിൽ നമ്മുടെ നിയമം ലെജിസ്ലേഷൻസ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ദെൻ അതേപോലെ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, വേൾഡിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് നമ്മളൊരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഥ പോലെ ഒരുപാട് പറഞ്ഞു പോകാനുണ്ട്. സോ അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ലാൻഡ് മാർക്ക്, നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് റോക്ക്ഡെയിൽ പൈനീസ് ആണ്. 1844 ഡിസംബർ 21 വെറും 28 പൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചിട്ട് ദ ഗ്രേറ്റ് ബ്രിട്ടനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ് റോക്ക്ഡെയിൽ സൊസൈറ്റി എന്നുള്ളത്. ആ റോക്ക്ഡെയിൽ സൊസൈറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെയാണ് റോക്ക്ഡെയിൽ പൈനീസിനെ ആക്ച്വലി വിളിക്കുക കേട്ടോ. ദെൻ അവരുടെ പിക്ചറാണ് നമ്മൾ ഈ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ തരുന്ന നോട്ട്സ് ഒക്കെ ഒന്ന് തറായി റീഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു.